പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോളിന് നേരെ ഇന്നലെയാണ് ആക്രമണം ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ക്രിസ്മസ് കരോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്മസ് കരോളിലേക്ക് അതിക്രമിച്ച് എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നപ്പോൾ CPM നേതാവ് നിതിൻ കണിച്ചേരിലുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് എന്നത് സ്നേഹത്തിന്റെ ഒരു സന്ദേശമാണ്. പക്ഷെ പുതുശ്ശേരിയിൽ നടന്നത് ഒരു വലിയ അക്രമമാണ്. ഇതിലുള്ളൊരു പ്രതിരോധമാണല്ലോ. തീർച്ചയായും ഇത് RSSന്റെ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ ശക്തിയാർജിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിന്റെ തെളിവാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പുതുശ്ശേരി പഞ്ചായത്തിലെ തന്നെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അട്ടപ്പള്ളത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഒരു അതിഥി തൊഴിലാളിയെ RSSന്റെ നേതൃത്വത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തി അടിച്ചു കൊല്ലുന്ന സ്ഥിതിയുണ്ടായത്. അതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഇന്നലെ ക്രിസ്മസ് കരോളുമായി പോയ ചെറിയ കുട്ടികളെയാണ് ഈ നാട്ടിൽ ക്രിസ്മസ് കരോൾ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരാക്രമിച്ചത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. RSSന്റെ വർഗീയ വംശീയ രാഷ്ട്രീയത്തിനെതിരായി ഡിവൈഎഫ്ഐയും ഈ നാട്ടിലെ എല്ലാ വിഭാഗം മനുഷ്യരും ചേർന്ന് നടത്തുന്ന ശക്തമായ പ്രതിഷേധമാണ്. ഇത് നമ്മുടെ നാട് മുഴുവൻ മതനിരപേക്ഷ വിശ്വാസികളായ മുഴുവൻ ആളുകളും ഒന്നിച്ചേക്കെടുക്കേണ്ട ഒരു പ്രതിഷേധമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ നിലയിൽ ഒരു പ്രതിഷേധ കരോളായി സംഘടിപ്പിക്കാൻ ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചത്. ഇതിലിപ്പോ ബാൻഡിൽ CPMന്റെ പേര് ബാൻഡിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവരുടെ ഒരു വർഗീയ അജണ്ടയുടെ കൂടി ഭാഗമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതില് പാർട്ടി ഓഫീസിൽ ഞങ്ങളുടെ ബാൻഡ് സെറ്റിന്റെ ഭാഗമായ ബാൻഡ് ഉപകരണങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ സാധാരണ പരിസരത്തുള്ള കുട്ടികൾ അത് ഉപയോഗിക്കാറുണ്ട്, പരിശീലനത്തിനും ഇതുപോലുള്ള പരിപാടികൾക്കുമൊക്കെ. അങ്ങനെ ഇവിടെയുള്ള കുട്ടികൾ അതെടുത്ത് അവർ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം കെട്ടി മുട്ടായി വിതരണത്തിന് വേണ്ടി പോയതാണ് റോട്ടിലൂടെ. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ്. അവർ ഒന്നോ രണ്ടോ ബാൻഡ് സെറ്റിന്റെ ഉപകരണങ്ങൾ എടുത്ത് ഒരു ശബ്ദഘോഷങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പോവുകയായിരുന്നു. അതിന് ഇവിടെ ക്രിസ്മസ് കരോൾ നടത്താൻ പാടില്ല. ഇതൊരു രാഷ്ട്രീയമായിട്ടല്ല, CPMനോടോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയോടുള്ള എതിർപ്പല്ല. ക്രിസ്മസ് കരോൾ നടത്താൻ ഈ നാട്ടിൽ അനുവദിക്കില്ല എന്ന് RSS പറഞ്ഞാൽ അതിന് വഴങ്ങിക്കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് കരോളും നബിദിനവും ഓണവും എല്ലാ ഉത്സവങ്ങളും ഒന്നിച്ചാഘോഷിക്കുന്ന സംസ്കാരമാണ്, രീതിയാണ് ഈ പുതുശ്ശേരിയിലുമുള്ളത്. അത് തകർക്കാൻ RSSന് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരാളാണ് അറസ്റ്റിലായിട്ടുള്ളത്. RSS പ്രവർത്തകൻ അറസ്റ്റിലായി. കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ CPMഉം അതോടൊപ്പം തന്നെ ഈ കുട്ടികളും പറയുന്നത്. കുട്ടികളോട് പണം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ രീതിയിൽ എന്തായാലും ഈ കരോളിന്റെ ഭാഗമായി മിഠായി നൽകുന്നുണ്ട്. മിഠായും മറ്റും വിതരണം ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഈ കരോൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും പ്രവർത്തകരെല്ലാം തന്നെ ഈ പരിപാടിയിൽ ഉണ്ട്. ഈ ഒരു കാരണവശാലും ക്രിസ്മസ് കരോൾ നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് കൂടി ഉണ്ട്. ഇത് ഒരു കേവലമായ അക്രമം എന്നതിനപ്പുറത്തൊരു ആസൂത്രിതമായ അക്രമമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഉത്തരേന്ത്യയിലാണ് ഇതുപോലെ ഈ ക്രിസ്മസ് കരോൾ സംഘങ്ങൾക്കെതിരെ മുൻപ് ആക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ ഉത്തരേന്ത്യൻ മോഡൽ കേരളത്തിനകത്ത് നടപ്പിലാക്കാം എന്നാണ് സംഘപരിവാറുകാർ കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കരോൾ സംഘത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമം. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇതിനെതിരെ പൊതുസമൂഹം ഉണരേണ്ടതായിട്ടുണ്ട്. മാനവ മൈത്രിയുടെ സന്ദേശം വിതറിക്കൊണ്ടാണ് ഓരോ കരോൾ സംഘവും ഓരോ വീടുകൾക്കകത്തും എത്തുന്നത്. ആ വീടുകൾക്ക് എത്തുന്ന കരോൾ സംഘത്തിന് നേരെ അക്രമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഈ നാടിൻ്റെ മതവിശ്വാസത്തെ മതത്തിൽ വിശ്വസിക്കുന്ന, അതുപോലെ തന്നെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഇതിനെതിരായി രംഗത്ത് ഉണരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വാളയാറിൽ ഈ പുതുശ്ശേരിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അപ്പുറത്തുള്ള പുതുശ്ശേരി തന്നെ പഞ്ചായത്തിൽപ്പെട്ട വാളയാറിൽ ഒരാളെ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് അടിച്ചു കൊല്ലുന്നു. ഇതിലെ പ്രതികൾ RSSകാരാണ്. ഇത് കൂടാതെ ഈ ക്രിസ്മസ് കരോള് തടഞ്ഞ് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവ ആളുകളെ ആക്രമിക്കുന്നു. ഇതിന് പിന്നിലും RSS പ്രവർത്തകരാണ്. എന്തായാലും ഇത് അനുവദിക്കില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് കരോളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.